നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ശ്രീ സുധൻ, ബിന്ദു സ്റ്റീഫൻ എന്നിവരുടെ മകൻ സുബിൻ സുധനും അഡ്വക്കേറ്റ് റോബർട്ട് രാജ്, മിനി സത്യദാസ് എന്നിവരുടെ മകൾ അശ്മ റോബർട്ട് തമ്മിലുള്ള വിവാഹ നിശ്ചയം ഉറപ്പിക്കുന്നതിനും അവരുടെ മോതിരങ്ങൾ പരസ്പരം കൈമാറി ഈ ബന്ധത്തിന് കുറച്ചുകൂടെ ഊഷ്മളത വരുത്തുന്നതിനുമാണ്. ജീവിതത്തിന് ആധാരമായി സകല കുടുംബങ്ങൾക്കും കയറി വരുവാൻ കാരണഭൂതനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് മോതിരങ്ങൾ കൈമാറുന്നതിലൂടെ വിവാഹം ചെയ്യുന്ന സുബിനെയും അശ്മയെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള നല്ല പിതാവേ, 2 ഭവനങ്ങൾ ജനിച്ച് വളർത്തപ്പെട്ട ഈ മക്കൾ ഒരുമിച്ച് വസിക്കുവാൻ, വിവാഹത്തിലൂടെ ജീവിതം ആരംഭിക്കുവാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
നിൻ സർവ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെൻ്റെയുള്ളം നന്ദി നിറയുന്നെൻ സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ. ദേവാസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നി ഡയനനന്ദം വന്ദനാമേ. ദേവാ പൊന്നി ഡയനനന്ദം വന്ദനാമേ. അന്ത്യം വരെയുമെൻ കാവൽ ചെയ്തിടുവാനന്തി കേയുള്ള മകൾ ശക്തി നീയേ. നാഥ അന്തി കേയുള്ള മകൾ ശക്തി നീയേ. മന്നിടത്തിലടി ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിനു. ദേവാ വന്ദനം ചെയ്യും തിരുനാമത്തിനു. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. 91 സങ്കീർത്തനം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാനവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാനവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാനവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാനവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാനവന് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദീർഘായുസ് കൊണ്ട് ഞാനവന് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും ഉറവയും ഞങ്ങളുടെ ജീവൻ്റെ പരിപാലകനുമായിരിക്കുന്ന സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഈ നാളുകളിൽ കൃപയാൽ സഹായിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ തക്കവണ്ണം കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ നൽകി ഞങ്ങളെ പരിപാലിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും
ദിനംതോറും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ അങ്ങയുടെ മഹത്വം കാണുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ഞങ്ങളെല്ലാവരും അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, സുബിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ നാളുകളിൽ പ്രിയ മകൻ്റെ യാത്രകളെ, പഠനങ്ങളെ, അധ്വാനങ്ങളെ ഒക്കെയും ദൈവം അനുഗ്രഹിച്ചു. ദൈവകൃപയോടുകൂടി നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിച്ച വലിയ ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വിവാഹത്തിനുള്ള ഒരുക്കത്തിലൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് വിവാഹ നിശ്ചയ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് സഹായിക്കുമാറാകണമേ. ദൈവമായ കർത്താവെ, മാതാപിതാക്കൾക്കായി, സഹോദരനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് പ്രിയ മക്കൾക്കും നൽകിയ വലിയ ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനവുമായി ബന്ധപ്പെട്ട് ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്നതിനായി ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും നൽകി അനുഗ്രഹിക്കുമാറാകണമേ. പ്രത്യേകാൽ പ്രിയ മാതാവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ബലഹീനതയുണ്ട് എങ്കിലും അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ വഹിച്ച് ഈ നാളുകളിൽ കർത്താവെ തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ ദൈവം സഹായിക്കുന്ന വലിയ ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യാത്രകളിലൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കുമാറാകണമേ. ദൈവകൃപയാൽ അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് യഥാർത്ഥമായി വിശ്വസിക്കുവാൻ തക്കവണ്ണം സഹായിക്കുമാറാകണമേ. വചനത്തിലൂടെ ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. അപ്രകാരം കർത്താവെ അവിടുത്തെ സംരക്ഷണയുടെ കീഴിൽ ഞങ്ങളായിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യാത്രയിൽ അവിടുത്തെ സാന്നിധ്യം നൽകണമേ. വാഹനങ്ങളെയൊക്കെയും അവിടുന്ന് നിയന്ത്രിക്കണമെന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. യാതൊരു വിധമായ ആപത്തുകളോ അനർത്ഥങ്ങളോ വരുവാനിടവരുത്താതെ കർത്താവിൻ്റെ ദിവ്യമായ സ്നേഹത്താൽ നിറച്ച് അനുഗ്രഹിക്കുമാറാകണമേ. കൃത്യസമയത്ത് കർത്താവെ എത്തുവാനും പ്രാർത്ഥനയോടുകൂടി ശുശ്രൂഷകളിൽ പങ്കാളിത്തം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഒരുക്കപ്പെട്ടിരിക്കുന്ന മകൾക്കായും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപ കൊണ്ട് അവരെയും ആ കുടുംബത്തെയും ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്നേഹവും കരുതലും ഞങ്ങളെല്ലാവരും അനുഭവിക്കുവാൻ ഇടവരുത്തണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മുടെ എല്ലാവരോടും നാമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും പ്രത്യേകാല യാത്രകളോടും ശുശ്രൂഷകളോടും കർത്താവിൻ്റെ സാന്നിധ്യം ധാരാളമായി കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. Fear of failure chasing me. I don't wanna live that way. I gotta have a bit more faith. I would let the mountains move me. I would let the problems stop me. I don't wanna live that way. I gotta have a bit more faith. I can face the lions, the giants. I walk through the valley. Fear won't shake me, won't break me. It doesn't matter what I'm up against. I can do all things. I can do all things in you. I can do all things. I can do in you. No walk in victory, all because you live in me. You're greater than the storms I face. Nothing stands in your way.
I will let the mountains move me. I will let the problems stop me. I don't wanna live that way. I gotta have a bit more faith. I can face the lions, the giants, walk tall through the valley. Fear won't shake me, won't break me. It doesn't matter what I'm up against. I can do all things. I can do all things in you, in you. I can do all things. I can do all things in you. Even when the darkness comes, even when the mountains tower, I can do all things. I can do all things. Even when the darkness comes, even when the mountains tower, I can do all things. In you, I can face the lions, the giants, or walk tall through the valley. Fear won't shake me. Doesn't matter what I'm up against. I can do all things. I can do all things in you, in you. I can do all things. I can do I felt the world stop turning. I felt the waves come crashing down. I found you. I know you from my memory. Was it a past or future life? I know you. So down every winding road, I'll go anywhere you go tonight. 'Cause I will follow you. I'll follow. I will
happy good morning to all of you who have gathered here. The awaited moment, most awaited moment of the day has arrived. I welcome all the friends and family of Subin and Ashima who have gathered here for this auspicious moment. Today is one of the proudest days of my whole life. I am standing here not only as an anchor, but a sister who is watching her sister finally stepping on to her new and beautiful life further. And while seeing her today as gorgeous, happy, and beautiful, at this moment, honestly, my heart is so full. I wish to tell you on behalf of all who have gathered here, Ashima, our dear Vavakutan, we love you so much and we wish you all good in the life. First of all, with great respect and gratitude, we invite Reverend Dr. L.E. Sahanam, former presbyter of South Kerala Diocese and our pastor of CSI Church, Kadanjeri, Reverend Solomon Glory, to the stage to bless this beautiful gathering. And I proudly welcome the bride-to-be, Dr. Ashima Robert, ഞങ്ങളുടെ സ്വന്തം വാവക്കുട്ടൻ, to the stage. നല്ലൊരു കൈയോടിയോടുകൂടി ആഷിമയെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. Ashima is currently working as a dentist at Trivandrum. ഈ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമായിരിക്കും, surely. So first, I would like to invite her wonderful parents to the stage. Her mother, Mrs. Mini Satyadas, working as a high school teacher at Vidudanagar, and her father, Mr. Robert Raj, who is working as an advocate in District Court, Nagarkoil. നല്ലൊരു കൈയോടിയോട് കൂടി രണ്ടുപേരും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി ആഷിമയുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ഡോക്ടർ ആഷ്മി റോബർട്ട്. ഷീ ഈസ് എൻ ആയുർവേദ ഡോക്ടർ ആൻഡ് കറന്റ്ലി ഡൂയിങ് ഹർ സെക്കൻഡ് ഇയർ PG at Pankaj Kasturi Ayurveda Medical College, Trivandrum, to the stage. ആഷ്മിയോടൊപ്പം ആഷ്മിയുടെ ഹസ്ബൻഡ് ആൻഡ് മൈ ഡിയർ ബ്രദർ Alexei Andrews, who is working as project executive at Newton LED, to the stage. അവരോടൊപ്പം തന്നെ അവരുടെ സ്വന്തം ബേബി ആൻറ്റനെയും ഏറെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I wish both Ashima and Subin to have a wonderful life together, filled with lot of happiness, love and respect. Now I would like to hand over the mic to the groom side. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗ്രൂമിൻ്റെ കസിനാണ്. അപ്പോൾ ഇനി നമുക്ക് ഗ്രൂമിൻ്റെ ഫാമിലീനെ പരിചയപ്പെടാം. So it gives me great pride and happiness to introduce the groom of the day, Subin, Mr. Subin Sudhin. So Subin's schooling പറ്റി പറയുകയാണെങ്കിൽ he has completed his schooling at St. Thomas Central School, Trivandrum, and then he went on to pursue his BTech in computer science from the prestigious College of Engineering, Trivandrum. അത് കഴിഞ്ഞിട്ട് he began his professional journey as a software engineer at L&T Technology Services in Mysore, where he worked for 3 successful years. And with a passion for learning and growth, he then pursued his Master of Science in Software Engineering from the University of Limerick, Ireland. Currently, he is working as a product engineer at Advice Recommender X, a reputed software engineer company based in Dublin, Ireland. So, I invite the groom onto the stage. Behind every successful son stands a loving and supportive family. It is now my honor to invite the proud parents of the groom to kindly come forward and join us on stage. Mr. Sudhin W.J., working as Joint Secretary at the Finance Department, Government Secretariat, Government of Kerala. Please come onto the stage. And Mrs. Bindu Stephenson, a loving mother who has been the pillar of strength and warmth for the family. And also, I invite his dear younger brother, Bibin Sudhin, who is currently pursuing his 3rd year MBBS at Dr. Somerville Memorial CSI Medical College, Karakol. So that's it for the groom side. Thank you. Multilingual congregation,
There are people who understand Malayalam, people who speak Tamil, people who say Malayalam. But my task is to do the whole thing in Malayalam. But still we will try to combine all those things. നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ശ്രീ സുധൻ, ബിന്ദു സ്റ്റീഫൻ എന്നിവരുടെ മകൻ സുബിൻ സുധനും അഡ്വക്കേറ്റ് റോബർട്ട് രാജ്, മിനി സത്യദാസ് എന്നിവരുടെ മകൾ അഷിമ റോബർട്ട് തമ്മിലുള്ള വിവാഹ നിശ്ചയം ഉറപ്പിക്കുന്നതിനും അവരുടെ മോതിരങ്ങൾ പരസ്പരം കൈമാറി ഈ ബന്ധത്തിന് കുറച്ചുകൂടെ ഊഷ്മളത വരുത്തുന്നതിനുമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവരെ നിങ്ങളെ ധാരാളമായിട്ട് പരിചയപ്പെടുത്തി, അതുകൊണ്ട് ഞാൻ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ശ്രീ ശാമുവൽ സുവിശേഷരുടെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ആരാധന ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ஜெபம் செய்வோம். கிருபையும் இரக்கവും நிறைந்த நல்ல ஆண்டவரே, ஆசீர்வாதமான மனமகிழ்ச்சியான இந்த நாளின் காலை வேளைக்காக நன்றியோடுமை துதிக்கிறோம், ஸ்தோத்திரிக்கின்றோம். மனிதன் தனிமையாக இருப்பது நல்லதல்ல என்று கண்ட ஆண்டவர் ஏற்ற காலங்களிலே துணைகளை கொடுத்து குடும்ப வாழ்வை ஆரம்பிக்கின்ற ஆண்டவராக இருக்கிறேன். உமக்கு நன்றி சொல்லுகின்றோம். அவ்விதமாக ஆண்டவரே, இரு இல்லத்திலே வெவ்வேறு நிலைமையிலே வளர்க்கப்பட்ட பிள்ளைகள் ஆண்டவருடைய அநாதி தீர்மானத்தின்படியாக இந்த நாளிலே ஒன்று கூடி இந்த இடத்திலே திருமண உறுதி உடன்பாடு செய்து கொள்ளும்படியாக ஆயத்தப்படுகின்ற போது ஆண்டவருடைய திவ்ய பிரசன்னங்களோடு நிறைவாக தங்கியிருக்க வேண்டும் ஆட்சேபிக்கிறோம். இந்த விழாவை ஆண்டவர் ஆசீர்வதியும் கலந்து கொண்டிருக்கின்ற ஒவ்வொரு பிள்ளைகளையும் ஆண்டவர் பலப்படுத்துவீராக. இது ஆராதனையினுடைய ஆரம்பம் முதல் முடியும் மட்டும் ஆண்டவருடைய திவ்ய பிரசன்னங்களை ஆட்கொள்ள வேண்டும் என்று இறைவன் இயேசு கிறிஸ்துவியாக ஜெபிக்கிறோம். ஜெபகியேலி ஜீவனோட நல்ல പിതാവേ, ആമേൻ. നിൽക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള എന്നിടയൻ യഹോവ പിതാവാം ഒന്നും എനിക്ക് കുറഞ്ഞു വരാവുന്ന പാട്ട് പാടാം. അതിൻ്റെ തമിഴ് വേർഷനാണ്. Devapitai in the Maypanandum. So those who know in Tamil can sing that version, otherwise others can join in the Malayalam version. Ennidayane Yehova Pidavam onnum enikku kuranju varam. Ennidayan Yehova Pidavam onnum enikku kuranju varam. Enniyavan തൃണമുള്ളതലേ എന്നും മേയിച്ചിടുന്നു പരൻ എൻ ഇടയൻ യഹോവ പിതാവാം ഒന്നുമെനിക്കു കുറഞ്ഞു വരാം. ശാന്തജല തരികൾ കിടക്കി കാത്തിരിക്കുന്നിതനാത്മനെയും താൻ തിരുനാമമുഖാന്തരം താൻ സന്തതം നീതിയിൽ നടത്തുമെന്നേ എൻ ഇടയൻ യഹോവ പിതാവാം ഒന്നുമെനിക്കു കുറഞ്ഞു വരാം. കർത്തനോടു തൻ കോൽവടിയും നിത്യമെന്നാത്മനശ്വാസജയം മൃത്യുവിൽ താഴ്വരദുഃഖവും സത്യമായി ഞാൻ ഭയപ്പെടുകയില്ല. എൻ ഇടയൻ യഹോവ പിതാവാം ഒന്നുമെനിക്കു കുറഞ്ഞു വരാം. നിജ
നിജമേ ഉന്നത നിൻ ഭവനെ സതതം എന്നുടെ വാസമായിടുമാമേ എൻ ഇടയൻ യഹോവാ പിതാവാം ഒന്നുമെനിക്കു കുറഞ്ഞു വരാം. എല്ലാവർക്കും ഇരിക്കാം. You may be seated. നല്ലൊരു കുടുംബത്തെക്കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമാണ് 128-ാമത്തെ സങ്കീർത്തനം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു സങ്കീർത്തനമാണ്. എങ്കിലും ഈ വിവാഹ നിശ്ചയ സമയത്ത് ആ സങ്കീർത്തനം വായിച്ച് കേൾപ്പിക്കുന്നതാണ്. 128வது சங்கீதத்தை வாசிக்க கேளுங்கள். கர்த்தருக்கு பயந்து அவர் வழிகளில் நடக்கிறவன் எவனோ அவன் பாக்கியவான். உன் கைகளின் பிரியாசத்தை நீ சாப்பிடுவாய், உனக்கு பாக்கியവും நன்மையும் உண்டாயிருக்கும். உன் மனைவி உன் வீட்டோரங்களில் கனிதரும் திராட்சை கொடியை போலிருப்பாள். உன் பிள்ளைகள் உன் பந்தியை சுற்றிலும் ஒலியும் மரக்கன்றுகளைப் போலிருப்பார்கள். இதோ கர்த்தருக்கு பயப்படுகிற மனுஷன் இவ்விதமாய் ஆசீர்வதிக்கப்படுவான். கர்த்தர் சீயோனிலிருந்து உன்னை ஆசீர்வதிப்பார். நீ ஜீவனுள்ள நாளெல்லாம் எருசலேமின் வாழ்வை காண்பாய். நீ உன் பிள்ளைகளின் பிள்ளைகளையும் இஸ்ரவேலுக்கு உண்டாகும் சமாதானத்தையும் காண்பாய். ക്രിസ്തുവേ മക്കു മഹിമയുണ്ടാവதாக. സുധൻ, അശ്മ എന്നീ നമ്മുടെ മക്കളുടെ വിവാഹം സംബന്ധിച്ച് പ്രാഥമികമായ നെഗോഷിയേഷൻസ് എല്ലാം നടത്തി കുടുംബങ്ങളെ കണ്ട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഏതാണ്ട് അവർ വാക്കാൽ ഉറപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വിവാഹം ഉറപ്പിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് പരസ്പരം മോതിരങ്ങൾ കൈമാറുക എന്നുള്ളത്. പല സ്ഥലങ്ങളിലും വിവാഹ നിശ്ചയം പല രീതിയിലാണ്. അതിൽ നമ്മുടെ നാട്ടിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ളതും ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഡെസ്റ്റിനേഷൻ മാരേജ് പോലെ പല രൂപഭേദങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു മോതിരം കൈമാറുന്ന ഒരു ശുശ്രൂഷയ്ക്ക് നമ്മുടെ നാട്ടിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ട്രഡീഷനുമായിട്ട് ചേർന്നതിന് ഈ വിവാഹ മോതിരങ്ങൾ, വിവാഹ നിശ്ചയത്തിനുള്ള മോതിരങ്ങൾ കൈമാറിയാണ് വിവാഹം ഉറപ്പിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് സുബിനും അഷിമയും പരസ്പരം കൈമാറുവാൻ പോകുന്ന ഈ മോതിരങ്ങളെ അനുഗ്രഹിച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കുടുംബ ജീവിതത്തിന് ആധാരമായി സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണഭൂതനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് മോതിരങ്ങൾ കൈമാറുന്നതിലൂടെ വിവാഹ നിശ്ചയം ചെയ്യുന്ന സുബിനെയും അശ്മയും അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള നല്ല പിതാവേ, 2 ഭവനങ്ങൾ ജനിച്ച് വളർത്തപ്പെട്ട ഈ മക്കൾ ഒരുമിച്ച് വസിക്കുവാൻ, വിവാഹത്തിലൂടെ ജീവിതം ആരംഭിക്കുവാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ വിവാഹ നിശ്ചയത്തിൻ്റെ അടയാളമായി പരസ്പരം കൈമാറുന്ന ഈ മോതിരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മോതിരങ്ങൾ തങ്ങളുടെ പരസ്പര വിശ്വാസത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും അടയാളമായിട്ട് കാണുന്നതിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ അവസരത്തിലും ഈ മോതിരത്തെ കാണുമ്പോൾ തങ്ങളുടെ ബന്ധം ആഴമായിട്ട് ഉറപ്പിക്കുന്നതിന് അതിനെ മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് വെറും അടയാളങ്ങളുമായിട്ട് മാത്രമല്ല, ഈ അടയാളങ്ങൾക്ക് പിന്നിലുള്ള ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപനവും അവിടുന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നതുവരെയും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കാവലും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. പിതാവും പരിശുദ്ധാത്മാവാകുന്ന ഏകദൈവത്തിൻ്റെ അനുഗ്രഹം പരസ്പരം കൈമാറുന്ന ഈ മോതിരങ്ങളുടെ മേൽ എപ്പോഴും ഇരിക്കുമാറാകട്ടെ.
സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കുകയും കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്ത പ്രിയ കർത്താവെ, ഇന്ന് വിവാഹ നിശ്ചയം ചെയ്ത് കുടുംബജീവിതത്തിനായിട്ട് ഒരുങ്ങുന്ന ഞങ്ങളുടെ ഈ പ്രിയ മക്കളെ ഞങ്ങൾ തിരുക്കരങ്ങളിൽ തരുന്നു. അവർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസവും ദൈവവിശ്വാസവും തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ലഭിച്ച പൈതൃകമായ എല്ലാ ക്രൈസ്തവ മൂല്യങ്ങളും തങ്ങൾ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിന് മുതൽക്കൂട്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് വളർന്നതെങ്കിലും ഇന്നു മുതൽ പരസ്പരം അറിയുന്നതിനും കൂടുതൽ മനസ്സിലാക്കുന്നതിനും പൂർണ്ണ ഒരുക്കത്തോടുകൂടെ വിവാഹത്തിൽ പ്രവേശിക്കുന്നതിനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൻ്റെതായ മാറ്റങ്ങൾ, രൂപാന്തരങ്ങൾ വരുമ്പോഴും ദൈവം ആരംഭിച്ച കുടുംബജീവിതം ഭൂമിയിൽ നിലനിൽക്കുന്നത് പോലെ ആ കുടുംബജീവിതം ഈ മക്കളും തങ്ങളുടെ തലമുറയിലും അത് നിലനിർത്തുന്നതിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാല അനുഭവങ്ങൾ, ദൈവവിശ്വാസങ്ങൾ, പഠിപ്പിക്കലുകളെല്ലാം തന്നെ ഒരു നല്ല കുടുംബത്തിന് അവിടുന്ന് മുതൽ കൂട്ടാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ വിവാഹ ദിവസം വരെയും വിവാഹത്തെക്കുറിച്ചുള്ള നല്ല ദർശനങ്ങളാൽ ഇവരെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളെ തന്നെ വിശുദ്ധമായിട്ട് കാത്ത് സൂക്ഷിച്ചും ശുദ്ധമായ വിവാഹത്തിനായിട്ട് തങ്ങളെ തന്നെ തയ്യാറാക്കിയും ഒരു നല്ല ജീവിതത്തിനായിട്ട് ഒരുങ്ങുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളായും കുടുംബാംഗങ്ങളായും ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളേവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ സഹകരണം, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഇവർക്ക് ലഭിക്കുന്നതിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ കാര്യത്തിലും കൂടിയിരിക്കണമേ. ഞങ്ങൾക്കായിട്ട് ഒരുക്കിയ സൽക്കാരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ചടങ്ങും അതിനോടനുബന്ധിച്ച എല്ലാ ശുശ്രൂഷകളും ദൈവനാമത്തിന് മഹത്വം നൽകുന്നതായിരിക്കുന്നതിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും വളരെ വൈവിധ്യമാർന്ന ദർശനങ്ങളും പ്രായോഗികമായ അനുഭവങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും അകന്നു പോകാതെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അവരെ ബലപ്പെടുത്തുകയും കർത്താവിൻ്റെ ശക്തിയാൽ അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രചോദനങ്ങളും നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനം വരെയും ദൈവത്തിൻ്റെ കൃപയും കാവലും ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ. യേശു മെശിഹയുടെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മെശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തര സംസർഗവും കൂട്ടായ്മയും നമ്മെല്ലാവരുടെ മേലും, വിശേഷാൽ ഇന്ന് പരസ്പരം മോതിരങ്ങൾ കൈമാറി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മക്കളുടെ മേലും ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.
ധന്യനാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഈ എൻഗേജ്മെൻ്റ് ചടങ്ങിൽ പ്രധാന കാർമ്മികത്വം വഹിച്ച ഡോക്ടർ എല്ലി സഹനമച്ചനും സോളമൻ ഗ്ലോറി അച്ഛനും ഇരു കുടുംബങ്ങളുടെയും പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ വളരെ കുറച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അതിൽ ഒരു ആളെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. എങ്കിലും ഞങ്ങളുടെ അടുത്ത സഹോദരങ്ങളെ മാത്രം ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഈ കുടുംബം ഇങ്ങനെ ഒരു ബിൽഡപ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാരൻസാണ്. എൻ്റെയും ബിന്ദുവിൻ്റെയും പാരൻസാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ പിതാവ് 5 വർഷം മുമ്പ് മരിച്ചുപോയി. എൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് എൻ്റെ അമ്മയാണ്. എൻ്റെ പിതാവ് 5 വർഷം മുമ്പ് മരിച്ചുപോയി. ഇവർ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങൾ ഇങ്ങനെ ആകാനുള്ള ഒരു കാരണം ഇവരാണ്. രണ്ടാമത്, ഞങ്ങളുടെ കുടുംബം ദൈവ ആശ്രയത്തിൽ വളരുവാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കിയത് ബിന്ദുവിൻ്റെ പപ്പയും ഡാഡിയും മമ്മിയുമാണ്. അവർ രണ്ടുപേരും ഇരിപ്പുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആൾക്കാരും കൂടെയാണ്. അവർക്ക് ഈ ഫംഗ്ഷന് ഈ 3 പേർക്കും അറ്റൻഡ് ചെയ്യാൻ തന്നത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. ദൈവത്തെ നന്ദി പറയുകയാണ്. അടുത്ത് എൻ്റെ സൈഡിലുള്ള എൻ്റെ സഹോദരനും ഫാമിലിയും വന്നിട്ടുണ്ട്. അവർക്കൊന്ന് എണീറ്റിരിക്കാം. സഹോദരനും ഫാമിലിയും ഉണ്ട്. എൻ്റെ സഹോദരിയും ഫാമിലിയും വന്നിട്ടുണ്ട്. അവരൊന്ന് എണീറ്റിരിക്കാമോ? സഹോദരൻ്റെ എൻ്റെ സഹോദരിയുടെ മോളുടെ ഭർത്താവും ഉണ്ട്. എൻ്റെ വൈഫിൻ്റെ സൈഡിൽ നിന്ന് ബിജോയ് മൂത്ത അളിയനാണ്. അളിയൻ മാത്രമേ വന്നിട്ടുള്ളൂ. 2 പേർക്കും പനിയുടെ അസുഖമായിട്ട് വരാൻ പറ്റിയില്ല. കഴിഞ്ഞ ചടങ്ങിൽ എത്തിയായിരുന്നു. രണ്ടാമത്തെ ആള് ബിബു അജോയ് സ്റ്റീഫൻസൺ. പുള്ളി എത്തിയിട്ടുണ്ട്. പുള്ളിയുടെ വൈഫിനും മോൾക്കും വരാൻ പറ്റിയില്ല. ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അതുകൊണ്ടാണ്. ഇത്രയും പേരാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആൾക്കാർ. മറ്റുള്ളവരെ ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരെ മാത്രമേ ഞങ്ങൾ വിളിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതവും നന്ദിയും അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റിൽ നിന്ന് എൻ്റെ കൊളീഗ്സ് ഉണ്ട്, അവർക്ക് നന്ദി പറയുന്നുണ്ട്. നാട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്ക് നന്ദി പറയുകയാണ്. പള്ളിയിലെ വളരെ കുറച്ച് പേര് ഞാൻ വിളിച്ചിട്ടുണ്ട്, അവരെല്ലാവരും വന്നിട്ടുണ്ട്, അവർക്ക് നന്ദി പറയുകയാണ്. അപ്പോൾ വന്ന് ഞങ്ങളുടെ ബ്ലെസ് ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അലക്സ് എന്നാണ്. നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പരിചയപ്പെടുത്തിയതുപോലെ അഷിമയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഡാഡിയുടെ സൈഡിൽ നിന്ന് ഡാഡിക്ക് 2 പേരാണുള്ളത്. ഒരു ചേട്ടനും ഒരു അനിയത്തിയും. അപ്പോൾ അങ്കിള് വന്നിട്ടുണ്ട്. ഒന്ന് എണീറ്റിരിക്കാവോ? ഓക്കെ. ആൻറ്റി ഉണ്ട്. അപ്പോൾ അവർ 2 പേരും ടീച്ചേഴ്സ് ആയിരുന്നു. അവർ റിട്ടയർ ചെയ്തു. അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ അനീഷ് പെരിയപ്പയുടെ മകനാണ്. അനീഷ് കാനറ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറാണ്. ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. വൈഫുണ്ട്, അവരും ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു മകനുണ്ട്. അതാണ് പെരിയപ്പയുടെ ഫാമിലി. അടുത്ത് ആൻറ്റി ഉണ്ട്.
സോഫി ആൻറ്റി ഒന്ന് എണീറ്റിക്കാവോ? ബാക്കിലുണ്ട്. അത് ഡാഡിയുടെ അനിയത്തിയാണ്. KK അങ്കിൾ. ഓക്കെ, ആൻറ്റിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇവർ ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്. അങ്കിൾ ലിബിയയിൽ വർക്ക് ചെയ്യുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അവരുടെ മകൾ ആനന്ദി മാരീഡ് ആണ്, 2 മക്കളുണ്ട്. പിന്നെ ഒരു മകനുണ്ട്, അയാൾ വർക്ക് ചെയ്യുന്നു, ബാംഗ്ലൂരാണ്. ആനന്ദി ആമസോണിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഡാഡിയുടെ സൈഡ്. മമ്മിയുടെ സൈഡിൽ മമ്മിയുടെ ഒരു 4 പേരാണുള്ളത്. മൂത്തൊരു ബ്രദർ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. മറ്റൊരു സിസ്റ്റർ എത്താൻ പറ്റിയിട്ടില്ല. പിന്നെയുള്ള മമ്മി, പിന്നെ റാണി ആൻറ്റി ഒന്ന്, ആൻറ്റിയുടെ ഹസ്ബൻഡ് രമേശ് അങ്കിള്. ആൻറ്റി നമ്മുടെ ഒപ്താലിൻ്റെ HOD ആണ്, ഗ്രേസ് കോളേജിൽ വർക്ക് ചെയ്യുന്നു. അങ്കിള് ബിസിനസ്സാണ്. പിന്നെ ആൻറ്റിയുടെ മകള് മഹിമയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, അശ്വിൻ. അപ്പോൾ പിന്നെ ഒരു മകനുണ്ട്, അയാൾ പുറത്താണ്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഓക്കെ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച പാസ്റ്റർക്കും ഒത്തുചേർന്ന കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം നന്ദി. എല്ലാവരും പ്രാർത്ഥനകൾ അവർ ഓർക്കുക. So we are coming to the close of the program. സാധാരണ ഇങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിയുമ്പോൾ വിവാഹ ദിവസം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടെ അനൗൺസ് ചെയ്ത് പോകാറുണ്ട്. അതുകൊണ്ട് കുടുംബക്കാർ തമ്മിലുള്ള ധാരണ അനുസരിച്ച് ഈ വർഷം ഒക്ടോബർ മാസം 26-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് തിരുവനന്തപുരത്തുള്ള MM ചർച്ചിൽ വെച്ചാണ് വിവാഹ ആരാധന നടത്തുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഒക്ടോബർ മാസം 26-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് MM ചർച്ചിൽ വെച്ച്. തുടർന്നുള്ള സൽക്കാരാദികൾ വഴുതിക്കാടുള്ള മൗണ്ട് കാർമൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തുന്നതാണ്. ഈ ഡേറ്റ് നേരത്തെ പറയാനുള്ള ഒരു കാരണം, സൂചിപ്പിച്ചതുപോലെ നിങ്ങളെല്ലാം വളരെ വേണ്ടപ്പെട്ടവരാണ്. ഈ എൻഗേജിന് വന്നവർ കല്യാണത്തിന് വരണമെന്നും ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നേരത്തെ ഡേറ്റുകൾ നോക്കി വയ്ക്കുവാനും മറ്റ് പ്രോഗ്രാംസ് ക്ലാഷ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര നേരത്തെ പറയുന്നത്. അതുകൊണ്ട് ദയവായിട്ട് ഓർക്കുക. പ്രത്യേകിച്ച് ദൂരെ സ്ഥലത്ത് ജോലിയുള്ളവരുണ്ട്, അവിടെ നിന്നൊക്കെ അവധിയെടുത്ത് വരാനുള്ളവർക്കുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ കീപ് നോട്ട് ഓഫ് ഇറ്റ്. ഒക്ടോബർ 26 വൈകുന്നേരം 3 മണിക്ക് MM വെച്ച് വിവാഹ ശുശ്രൂഷ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്കൊന്ന് ചിലർക്കൊക്കെ വിശപ്പ് വെച്ച് തുടങ്ങിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന കഴിച്ചിട്ട് ഉണ്ണാനായിട്ട് പോകാം. പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവർക്കും കഴിഞ്ഞിട്ട് നിൽക്കാം. എല്ലാ അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും കർത്താവായിരിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ സ്ഥലത്ത് വന്നു ചേരുവാനും ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുവാനും സഹായിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആരംഭം മുതൽ അവസാനം വരെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും ഇതുവരെയും നൽകിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന സൽക്കാരാദികളിലും അവിടുത്തെ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ മടക്കയാത്രയിലും അവിടുത്തെ സാന്നിധ്യങ്ങൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ വിവാഹ ദിവസം വരെ ഈ പ്രിയ കുഞ്ഞുങ്ങളെ നല്ല ദർശനങ്ങളാൽ നടത്തുകയും ശുദ്ധമുള്ള വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നതിന് അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹം മംഗളകരമാക്കുന്നതിന് കഠിനമായിട്ട് അധ്വാനിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായുള്ള അനുഗ്രഹങ്ങൾ, സാമ്പത്തികമായ നന്മകൾ, മറ്റ് കൃപാവരങ്ങളൊക്കെയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളേവരും ഒരുമിച്ച് ഈ മക്കളുടെ വിവാഹത്തിൽ പങ്കെടുത്ത് അവരെ അനുഗ്രഹിക്കുന്നതിന് ആവശ്യമുള്ള ശരീരസുഖവും ബലവും സൗകര്യവും അവിടെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കൃപ ആദ്യം മുതൽ അവസാനം വരെയും ഞങ്ങൾക്ക് നൽകി പരിപാലിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മെല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.
Now it's just me, myself, and you. There used to be you. Your laugh could fill the room. There was warmth in your eyes now. അയ്യോ നെഞ്ചിലൊരാടി കരിമിഴിയുള്ള കളവാണി കൂന്തല് കണ്ടപ്പോ കണ്ണത് ഉടക്കി ചിരിക്കല പെണ്ണെ കല്യാണി നിന്റെ മാറത്തെ പുള്ളി എന്നെ നീ കുടി നിന്റെ കണ്ണിലെ നിറം കണ്ട് കയ്യിലെ വള കണ്ട് കാലിലെ കൊലിച്ചിട്ട് എന്നെ നീ കുടുക്കി അരയിലെ ഇറഞ്ഞാണ് മരക്കെട്ടി കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹങ്ങൾ അടപൊട്ടി ഒഴുകുമ്പോൾ നോക്കലെ നീ ഒരുത്തി നോട്ടത്തിൽ മുനക്കൊന്ന് ചങ്കത് പടക്കണ നോക്കലെ നീ ഒരുത്തി ഇത് നിന്നലാടി നിനക്കെന്ത് പേടി കഥ കടിച്ചോടി അടുത്ത് നീ വാടി തൊട്ടിതകൾ പാടി അരക്കെട്ട് തേടി നിന്നുട്ടിയില്ല സുഗന്ധത്തിൽ രാമച്ചൻ തേടി கடலை கொந்தளிக்கும் சுனாமியே உண்டாச்சு மணிக்கா வெளுத்தி எதுக்கா எனர்ஜி தலையை சுத்த வைக்கும் சூறாவளி பொண்ணாச்சு பட்டன்னு பார்த்தாலே பசக்கும் பாடி கொத்துப்பா மீனெல்லாம் கூத்தாடுங்க இரவா கலராக்கும் ஜலேபி லேடி சால்ட்டும் நான் தொட்டா ஸ்வீட் ஆகுங்க Darling, just try right and follow my lead. I found a love, beautiful and sweet. I never knew you were the someone waiting for me. 'Cause we were the kids when we fell in love, not knowing what it was. I will not be your one this time. Darling, just kiss me slow. Your heart is all I owe. I will not be your one this time. Baby, yeah, dancing in the dark, you between my legs, barefoot on the grass, listening to our favorite song. And you said you looked the best. I whispered underneath my breath. You heard it, telling you were perfect tonight. Telling you were perfect tonight.
ഏതൊക്കെ പാട്ടാണ് പാടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആദ്യം ബിബിൻ ഞങ്ങൾക്കൊന്നും പറഞ്ഞു തന്നില്ല. പിന്നെ ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് ഈ പാട്ടുകളൊക്കെ പറയുന്നത്. ചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് കരലേ കരലേ എന്നുള്ള പാട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അതും പാടാൻ പോവാണ്. ഫോറിൻകാരും ഡോളർ നോട്ടും കൊണ്ട് മാറി വിളിച്ചാൽ കൂട്ടിനു വരുമോ നീ? എന്നെ കിട്ടില്ലല്ലോ ചേട്ടാ, എന്റെ കരളിന്റെ വാതിൽ തുറക്കാതെ. വെറുതെ പറയരുതേ എന്റെ സ്നേഹിതയാരും നീ. ഞാനില്ല 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 അങ്ങനെ നീ കലപ്പായടി കുറുമ്പി എന്റെ സ്നേഹിതയാരും നീ. കരളേ കരളിന്റെ കരൾ എന്നോടൊന്ന് ചിരിക്കൂ കിളിയേ മനസ്സ് കിളി വെറുതെ നിന്നും പിടുന്നാരേ. വിളികൾ മൊഴിയും മധുരം തിരിയും നീ എന്നിൽ ലീനം. മഴയേ ഇടവയിലേ എൻ കനവിൽ കനവാ അവളറിയാതെ കലിരണിയും പൊരുളുകൾ നന്ദി തൂവൽ വീശി നമ്മുടെ ഒപ്പം വിപിനും പാടുന്നതാണ് ചേട്ടൻ. അവൻ ഇതിനു വേണ്ടി കുറെ പ്രാക്ടീസ് ചെയ്ത് കഷ്ടപ്പെട്ടതാണ്. അപ്പം മേഘമായി താഴ്വരയിൽ താളമായി ആത്മാവിൽ നെഞ്ചിരാതും മഞ്ചിരാതും ആരും പോലെ
പുഴയിൽ പുലരി വിളങ്ങി മോദം ഇലകൾ പൂക്കളിലെഴുതി ഇളവയായി നിന്നെ ഒന്ന് പറയൂ പ്രാണസഖി പറയാൻ മറന്നതെല്ലാം ഇനി പറയൂ പറയാൻ ഞാൻ പറയാൻ കൊതിച്ചതെല്ലാം പറയാതിരുന്നതെല്ലാം ഇനി പറയാൻ ഒരു നാൾ ഇനിയൊന്നാകാം തിരുനാൾ ഒരു പ്രണയോത്സവം മാറി പറന്നുയരാ മറരാ ഒരു മാരോത്സവം ഏതോ പുലർക്കാലം ആ മലമൊഴിയിലെ അനുഭവലരി രാവിന്റെ കൊമ്പിലെ പാടി പാട്ടായ പാട്ടൊക്കെതായി രാവിന്റെ കൊമ്പിലെ പാടി പാട്ടിലെ ഒന്ന് പറയൂ പ്രാണസഖി പറയാ മറന്നതെല്ലാം ഇനി പറയാ പറയാ ഞാൻ പറയാ കൊതിച്ചതല്ല പറയാതിരുന്നതല്ല ഇനി പറയാ